സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് ഓൾറെഡി നമ്മളെന്താ വെച്ചാൽ ഇന്നലെയൊക്കെ ലൈവ് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഓൾറെഡി നമുക്കെല്ലാവരും ക്ലാസ് തുടങ്ങിയതുകൊണ്ട് ഓൾറെഡി നമ്മളിപ്പോൾ രാവിലെ ഒരു 10 മണിക്കാണ് നമ്മൾ ലൈവ് തുടങ്ങിയിട്ട് ലാസ്റ്റ് ഒരു എന്താ പറയുക നമ്മളൊരു 3-4 മണി വരെയൊക്കെ ലൈവ് ഉണ്ടായിരുന്നു. ഇന്നലെ നമുക്ക് കറണ്ട് പോയപ്പോഴാണ് ഓഫ് ആയിപ്പോയി നമ്മുടെ ഫോൺ. അപ്പോൾ ഗൈസ് നമ്മൾ നിലവിൽ ഇന്ന് എന്താ വെച്ചാൽ നമ്മൾ ഗൈസ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തായാലും നമ്മുടെ രാത്രി പഴയ ടൈമിൽ തന്നെ ആയാലും 8 മണി തൊട്ട് നമ്മൾ സാധാരണ രാത്രി 10 മണി വരെ വെക്കുമല്ലോ ലൈവ്, അതേപോലെ വരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം എല്ലാവരും ലൈവ് ജോയിൻ ചെയ്യുക. നമ്മൾ ഇനി തൊട്ട് 1 vs 1 റാങ്ക് പുഷും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കോമാച്ച് വിട്ടിട്ടില്ല, കോമാച്ചും ഉണ്ട്. അപ്പോൾ 3 കൂടെ മാക്സിമം ചെയ്യാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഗൈസ് ഓൾറെഡി ഇന്ന് നമുക്ക് ഓൾറെഡി നോക്കാൻ പോകണം നമ്മുടെ പോഡ്വേ കാർഡ്, പിന്നെ അതുപോലെ തന്നെ നെയ്മറിന്റെ പുതിയൊരു കാർഡ്, പിന്നെ എല്ലാവരും എന്താ പറയുക കുറേ പേർക്കൊക്കെ എപ്പിക് അടിച്ചൊരു നല്ലൊരു ക്യാമ്പയിൻ ആയിരുന്നു ട്രഷർ ലിങ്ക്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതലൊരു വീഡിയോ ആണ്. പിന്നെ എപ്പിക്കിനെ പറ്റി, പിന്നെ പുതിയൊരു നെയ്മറിന്റെ കാർഡിന്റെ ക്യാമ്പയിൻ നിങ്ങൾക്കറിയാം, യൂച്ചിയോ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ വരുന്നുണ്ട് നമ്മുടെ ജപ്പാൻകാരുടെ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ആരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ആ ഒരു ഹൈപ്പറിനെ കൂടി സെറ്റ് ചെയ്ത് തരിക. അപ്പോൾ എന്തായാലും വെച്ചാൽ വരെ നമ്മൾ നിലവിൽ എന്താ വെച്ചാൽ നമ്മൾ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോ വന്നാൽ അപ്പം തന്നെ വീഡിയോ ഇടാം. നമ്മൾ നിലവിൽ ഇപ്പോൾ വീഡിയോ വരാത്തതിൻ്റെ ഒരു കാര്യം നമ്മൾ ലൈവ് ആയതുകൊണ്ടാണ് വീഡിയോ വരാത്തത്. ഗ്യാപ്പ് എടുത്തിട്ടാണെങ്കിൽ പരമാവധി ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോ ഇട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ പറയുമ്പോൾ നമ്മുടെ കുറച്ച് പോഡ്വേ പ്രഡിക്ഷൻ ആണ്. നമ്മുടെ ഹാളൻ്റെ കുറച്ച് പാക്കുകൾ ഇവിടെ ഓൾറെഡി പോഡ്വേയിൽ ഉണ്ട് ലിസ്റ്റിൽ. അതായത് ഇപ്പം നിലവിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹാളൻഡ് ഉണ്ട്, പിന്നെ നമ്മുടെ ബർക്കോളി ഉണ്ട്, പിന്നെ മാർട്ടിൻ ഉണ്ട്, പിന്നെ നമ്മുടെ ഫെർമിൻ ലോപ്പസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ നിലവിൽ ഇപ്പോഴത്തെ ഒരു ഇതിൻ്റെ അനുസരിച്ച് വെച്ചിട്ടാണ്. ഇനിയിപ്പം ഗ്യാപ്പ് ഉണ്ടല്ലോ, കാരണം നിലവിൽ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ചൊവ്വാഴ്ച, ഇനി നാളെ ഒരു ദിവസം കൂടി ഉണ്ട്. അപ്പം നിലവിൽ എന്തായാലും ഹാളൻ്റെയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ വരാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റൊണാൾഡോൻ്റെ ഒരു കാർഡ് വന്നില്ല. റൊണാൾഡോ പെനാൽറ്റി ഒക്കെ അടിച്ചതാണ്. അപ്പം ആ ഒരു കാർഡ് ഇവർ തന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരാഴ്ച നമുക്ക് പ്രതീക്ഷിക്കും ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇനി അടുത്ത് പറയാൻ പോകണമെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ നിലവിൽ നമ്മുടെ മാനേജറിൻ്റെ കാര്യമാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ആയിട്ടുണ്ടാകും നമ്മുടെ പെപ്പിൻ്റെ ഓൾറെഡി ഡാറ്റാബേസിൽ അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് തന്നെ കുറേ ദിവസമായി. അത് പൊസിഷൻ ഗെയിമിംഗ് ആണ്, ടിക്കറ്റൊക്കെയാണെന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മുടെ അടുത്തൊരു മാനേജർ ഗൈസ്, ഈ ഇടയ്ക്കൊരു മാനേജർ വന്നു. അപ്പോൾ നിങ്ങൾ ആരും എടുത്തവരുണ്ട് ഉറപ്പായിട്ട് ലോങ് ബോൾ കൗണ്ടർ നല്ലൊരു ലിങ്ക് പ്ലേ മാനേജറാണ്. അപ്പോൾ നിങ്ങൾ എടുത്തവരുടെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഗൈസ് കുറേ പേര് പറഞ്ഞു നമ്മുടെ ഡിഡേൻ്റെ പാക്ക്, അതുപോലെ കുറേ പാക്കുകൾ ഇപ്പം നിലവിൽ അപ്ഡേറ്റിന് ശേഷം ഓരോ മെയിൻ്റെനൻസിന് ശേഷം നല്ല രീതിക്ക് പുതിയ കാർഡുകളായിട്ട് പോലും എന്താ പറയുക പവർ കുറഞ്ഞ് നെർഫായി എന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും തോന്നിയവരുണ്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ലൈവിൽ വന്നപ്പോൾ ഡിഡയുടെ കാര്യം പറഞ്ഞാൽ എനിക്ക് വന്ന ഡിഡ പ്ലെയർ പ്രോഗ്രഷൻ്റെ പ്രശ്നമായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പം ഈ ഒരു മെയിൻ്റെനൻസ് കഴിയുമ്പോൾ എല്ലാം സെറ്റായി വരും. അതിന് കുറച്ച് ടൈം വേണം. അങ്ങനെയാണല്ലോ നമ്മുടെ കൊനാമിയുടെ സാധാരണ ചില സമയത്തൊക്കെ സംഭവിക്കുക. അപ്പം മച്ചാൻ്റെ നിലവിൽ നമ്മുടെ മാർട്ടിനസിൻ്റെ പാക്ക് ഇനിയും ഒരു 15 ദിവസം ഉണ്ട്. അപ്പം മിക്കവാറും അതിൻ്റെ ഇടയിൽ എപ്പോഴായിരിക്കും മിക്കവാറും അടുത്ത ആഴ്ച ക്യാമ്പയിൻ പുതിയ ഒരെണ്ണം, അല്ലെങ്കിൽ ഈ ആഴ്ച ഒരു പുതിയ ക്യാമ്പയിൻ വരുന്നത്. അപ്പോൾ അടുത്ത ആഴ്ചയായിരിക്കും മിക്കവാറും പുതിയൊരു മാനേജറിന് വരാൻ ചാൻസ്. അതിൽ കാർലോ ആൻസലോട്ടിൻ്റെ ഒരു കാർഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഗൈസ് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ട്രഷർ ലിങ്കിൻ്റെ നെയ്മർ. അത് ഗൈസ് ട്രഷർ ലിങ്ക് ഉറപ്പായിട്ട് നെയ്മർ കൺഫേം ആയിട്ടുണ്ട് ഏകദേശം. കാരണം ഓൾറെഡി നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ഫുട്ബോൾ തന്നെ അവരിപ്പം 3-4 പ്രാവശ്യമായി നമ്മുടെ നെയ്മറിനെ വെച്ചിട്ട് കുറേ പരസ്യവും കാര്യങ്ങളും എല്ലാം ഷൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം മിക്കവാറും നെയ്മറിന് ഒരു അംബാസഡർ പാക്ക് ആണോന്ന് ഏകദേശം കൺഫേം ആയിട്ടില്ല. ചിലപ്പം ഈ ഫുട്ബോൾ പോയിന്റിൽ വരുമെന്ന് എനിക്ക് അത്ര തോന്നുന്നില്ല, പക്ഷേ അങ്ങനെ ഒരു കാർഡ് നെയ്മറിൻ്റെ വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പം എത്ര കോയിൻ ആയി ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. പിന്നെ ഗൈസ് നമുക്ക് ഈ ആഴ്ച വരുന്നത് നമ്മുടെ ഇംഗ്ലണ്ട് പാക്കാണ്, സ്കോളസിൻ്റെ ബെക്കാമിൻ്റെ ഓവൻ്റെ ഒരു പാക്കാണ്. ഓവൻ ഈ അടുത്ത് വന്നു പോയുള്ളൂ, പക്ഷേ എന്നാലും ഓവൻ്റെ ഒരു പാക്ക് വരുന്നത് അത്യാവശ്യം നല്ല റേറ്റഡ് ആയിട്ടുള്ള ബെക്കാമിൻ്റെ ഒക്കെ പണ്ടത്തെ വേർഷൻ ഒരു കാർഡാണ്. പിന്നെ ഗൈസ് അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ആഴ്ച പുതിയൊരു ക്യാമ്പയിൻ വരുന്നുണ്ട്. കാരണം നിലവിൽ ഇനി ഒരു ദിവസം കൂടി ഉള്ളൂ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്യാമ്പയിൻ. അതിനകത്ത് അവർ 50 കോയിൻ ഉണ്ട്. നിങ്ങൾ മാക്സിമം എല്ലാവരും എ മാച്ച് കളിക്കുക. കാരണം കുറേ പേര് ഇന്നലെ ബ്രോയ്ക്ക് എങ്ങനെ കിട്ടിയത് എനിക്ക് കിട്ടിയില്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ലൈവിൽ. അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ എന്താ പറയുക ആ ഒരു ക്യാമ്പയിൻ എ മാച്ച് കളിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഗൈസ് ഓൾറെഡി പറയാനുള്ളത് നമ്മുടെ ഇപ്പോൾ യൂറോപ്യൻ ക്ലബ് ചാമ്പ്യൻഷിപ്പ് ഏകദേശം തീരാൻ പോകണം. അപ്പോൾ ഇതിന് പകരമായിട്ട് അടുത്ത ആഴ്ച ഒരു ക്യാമ്പയിൻ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഈ ഒരാഴ്ച ക്യാമ്പയിൻ വെക്കാൻ ചാൻസ് കുറവായിരിക്കും. കാരണം ഈ യൂച്ചിയോൻ്റെ ഡേറ്റ് അവർ ഓൾറെഡി കൺഫേം ചെയ്താണ് അടുത്ത ആഴ്ച. അപ്പം ഇതിപ്പം 2 ദിവസം കൊണ്ട് തീരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി വെക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങളിൽ ഇപ്പോൾ എത്ര കോയിൻ ആണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങൾ ഏത് കാർഡിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് കമൻറ്റ് ചെയ്യുക. കാരണം നമുക്ക് എന്തായാലും പിന്നെ കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് R9 കാർഡ്. പക്ഷേ അവരെ നിലവിൽ എന്താ വെച്ചാൽ R9 അതുപോലെ സിദാൻ ഇവരൊക്കെ ഓഡിയോയിൽ എന്താ പറയുക മൊത്തത്തിൽ ലീക്കായി വരുന്നതാണ്. അപ്പം R9 എന്തായാലും ഗൈസ് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു ബ്രസീൽ ക്യാമ്പയിൻ അടുത്ത മാസം ഈ മാസമൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അത് ഇതുവരെ ഇവർ അതിനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം മിക്കവാറും വരികയാണെങ്കിൽ ഗൈസ് എന്തായാലും അടുത്ത മാസത്തിനുള്ളിൽ R9 വരേണ്ടതാണ്. അപ്പോൾ കോയിൻ ഒന്നാമെന്ന് വെച്ചാൽ എല്ലാവരും കോയിൻ സേവ് ചെയ്തിട്ടുണ്ടാവും. ഞാനൊക്കെ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ആ സേവ് ചെയ്തിട്ട് 3000 ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പരമാവധി ഇനിയും എന്താ പറയുക ക്യാമ്പയിനിൽ കോയിനും കൂടെ ആഡ് ചെയ്തതിന് വളരെ നല്ലതായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രഷർ ലിങ്ക് വരുവാണെങ്കിൽ ഇനി കോയിനാണ് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ
നമ്മുടെ എപ്പിക് തന്നെയാണ് എടുക്കാൻ ജസ്റ്റ് കമ്മിറ്റി. എന്തായാലും മച്ചാമാർ ഇപ്പം വന്ന എപ്പിക്കൊന്നും ആയിരിക്കില്ല, നിലവിലെ ട്രെൻഡിങ് കാർഡ് ഒന്നും റീവെന്റ് ചെയ്യുള്ളൂ, അല്ലാണ്ട് വന്ന എപ്പിക്ക് തന്നെ അവർ എടുക്കാൻ ചാൻസ് ഇല്ല. പിന്നെ ഗൈസ് 1000 കോയിന്റെ കാര്യം, അത് മച്ചാമാരെ കൺസെപ്റ്റ് ആയിട്ടാണ്. 1000 കോയിനൊന്നും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്, അത്രയൊന്നും കോയിൻ ഉണ്ടാവില്ല. കുറഞ്ഞ എന്തെങ്കിലും കോയിൻ ഉണ്ടാവും, കാരണം മാച്ച് പാസ് ഇല്ലാത്തതുകൊണ്ട് കുറഞ്ഞ കോയിൻ, കുറഞ്ഞാണെങ്കിൽ 100-150 എന്തായാലും കോയിൻ ഉണ്ടാവും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ടും നമ്മുടെ ലൈവിലായിട്ടും കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.